ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പ്രശാന്ത്, നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രശാന്ത്, ഞാൻ ഇന്നലെ നമ്മൾ പുറത്തുവിട്ടൊരു വാർത്തയുണ്ടായിരുന്നു, ഒരു ഇമെയിൽ. ആ ഇമെയിൽ വിവാദമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങ് വരുന്നതിന് മുമ്പാണ്. അങ്ങേക്ക് അതിനെക്കുറിച്ച് ഒരു പക്ഷേ നേരത്തെ അറിവുണ്ടാവണമെന്നില്ല. ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ആണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. അത് കോടതിയിലെത്തി. ഇന്നലെ കോടതി ഗുരുതരമായ ഒരു പരാമർശം അതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഞെട്ടിക്കുന്നതാണ് എന്നാണ് ഇന്നലെ കോടതി പറഞ്ഞത്. വലിയൊരു ചോദ്യം ഇതാണ്, ഇപ്പോൾ താങ്കളൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിൽ താങ്കളിലേക്ക് ഇങ്ങനെ ഒരു കത്ത് വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായ ഞാൻ സ്വർണം പൂശിയതിന് ശേഷം ബാക്കി വന്ന സ്വർണം ഒരാളുടെ കല്യാണത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡിന്റെ പ്രതികരണം ആരായുന്നു എന്ന് പറഞ്ഞു വന്നാൽ താങ്കൾക്ക് അതിനകത്തൊരു സംശയം ഉണ്ടാവാനുള്ള സാധ്യതയില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉണ്ടാകേണ്ടതാണ്, സ്വാഭാവികമായും അതൊക്കെ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് ആരുടെ വശമാണ് കൊടുത്തു വിട്ടത് എന്നൊക്കെ തിരക്കേണ്ടതാണ്, അന്വേഷിക്കേണ്ടതാണ്. എന്താണ് അന്ന് നടന്ന കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് നമുക്കറിയില്ലല്ലോ. അതെല്ലാം ഒരു അന്വേഷണത്തിൽ വെളിപ്പെടേണ്ട കാര്യങ്ങളല്ലേ. അതൊക്കെ വരട്ടെ. എന്തായാലും ഞാൻ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വിഎൻ വാസവനായാലും ഞാനായാലും കാര്യങ്ങൾ സത്യസന്ധമായി അന്വേഷിച്ച് പുറത്തു വരണം. ഭഗവാന്റെ സ്വർണമായാലും എന്തായാലും അതാര് കട്ടിട്ടുണ്ടോ അവരെല്ലാം പിടിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഈ പ്രസിഡന്റ്, ഞങ്ങൾ നേരത്തെ ഒരു ഫോട്ടോ കാണിക്കുകയായിരുന്നു. തിരുവല്ലയിൽ ബ്രഹ്മദത്തൻ കണ്ഠരുടെ വിവാഹ ചടങ്ങിൽ. അന്ന് ആ പരിപാടിയിൽ താങ്കൾ പങ്കെടുത്തിരുന്നോ? അതെ, ഞാനുണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ പങ്കെടുത്തിരുന്നു. ഞാൻ മിനിസ്റ്റർ വരുമ്പോൾ ഞാനും ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. കാരണം മിനിസ്റ്റർ കയറി പോകുമ്പോ ഈ പുള്ളി പുറകെ പോകുന്നുണ്ട്. പക്ഷേ മിനിസ്റ്റർക്ക് ഇയാളെ പരിചയമുണ്ട് എന്ന് തോന്നുന്ന ഒന്നും മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കാരണം മിനിസ്റ്റർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറയുന്നത് കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ആരെല്ലാം വരും, ആരെല്ലാം നിൽക്കും. പക്ഷേ മിനിസ്റ്റർക്കൊരു കാരണവശാലും മിനിസ്റ്ററുടെ നമുക്ക് ഒരാളുമായി സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴേക്കും അറിയാമായിരുന്നല്ലോ. മിനിസ്റ്ററുടെ ഭാഗത്ത് അങ്ങനെ ഒരു മിനിസ്റ്റർ വരനുമായിട്ട് സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അതെ അതെ, ഒരു തരം ഉണ്ണികൃഷ്ണൻ അടിയാണത്. അതെ അതെ ഫോട്ടോയിലുള്ളത്. ഇത്തരം അവതാരങ്ങളെല്ലാം അങ്ങനെയാണല്ലോ, അറിയാമല്ലോ. അത് ഞാനൊക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഇതിന്റെ കൂട്ടത്തിലാണ്, എനിക്ക് എല്ലാ മന്ത്രിമാരുമായിട്ടും ബന്ധമുണ്ടെന്നൊക്കെ ഭാവിക്കുവാനുള്ളൊരു പെരുമാറ്റമാണല്ലോ. അതിന്റെ ഭാഗമായിട്ടായിരിക്കും അതും വന്നത് എന്നാണ് ഞാൻ കാണുന്നത്. അത്രേ ഞാൻ കാണുന്നുള്ളൂ. ഈ പ്രശാന്ത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വരുന്ന സമയത്ത് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇതേപോലുള്ള അവതാരങ്ങളെ കുറിച്ച്? എനിക്ക് ഇത്തരം അവതാരങ്ങളെ കുറിച്ച് ഒരു കാരണവശാലും, ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുമ്പോൾ തന്നെ എനിക്ക് ആ ക്ഷേത്രത്തെ കുറിച്ച് കൃത്യമായി, ഞാൻ ഈ ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റായതിനു ശേഷം അല്ലല്ലോ ഞാൻ ശബരിമലയിലേക്ക് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായും എനിക്ക് ആ ശബരിമലയെ കുറിച്ച് അറിയാമല്ലോ. അപ്പൊ എത്രയോ കാലങ്ങളായി ഞാൻ ശബരിമലയിൽ പോകുന്ന ആളാണ്. അപ്പം ഞാൻ പലതും കാണുന്നുണ്ടല്ലോ. മുൻ വർഷങ്ങളിൽ പോകുമ്പോഴൊക്കെ തന്നെ ഞാൻ പലതും കാണുന്ന ആളാണല്ലോ. അപ്പൊ അന്ന് തന്നെ എനിക്കറിയാം ശബരിമലയിലെ ഇത്തരം ചില അവതാരങ്ങളും ഇത്തരം ചില പിന്നെ ആളുകളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാമല്ലോ. അപ്പൊ ആ സമയം മുതൽ തന്നെ, മാത്രമല്ല എനിക്ക് ചില ഡയറക്ഷൻസ് കിട്ടേണ്ട ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുമുണ്ട്. ഇത്തരം അവതാരങ്ങളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ ഡയറക്ഷനും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഞാൻ ഇത്തരം അവതാരങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയുവാൻ സാധിക്കും, ഓരോ അവതാരങ്ങളുടെയും സഹായമോ കോൺട്രിബ്യൂഷനോ നമ്മൾ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വന്നത് ഇദ്ദേഹത്തിന് 40 വർഷത്തെ ഒരു വാറന്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെയും സേവനം ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലായിരുന്നു. അപ്പൊ എന്നിട്ട് പോലും ചട്ടപ്രകാരം കൃത്യമായ പ്രശാന്ത് അത് ചെയ്തത്. അത് നമ്മൾ പരിശോധിച്ചപ്പോഴത് മനസ്സിലായി. 2025 ഈ പാളി കൊടുത്തുവിടുന്ന സമയത്ത് അതിനകത്ത് കമ്മീഷണറുടെ ഒരു മുൻകൂർ അനുമതി തേടിയില്ല എന്നത് മാത്രമേ ഉള്ളൂ. അതൊരു സാങ്കേതികമായ പ്രശ്നമാണ്. പ്രശാന്ത്, എൻ്റെ ഒരു സംശയം, ഈ മെയിൽ വായിക്കുമ്പോഴേ, പ്രശാന്ത് ആ മെയിൽ കണ്ടു കാണുമല്ലോ, ഇപ്പോൾ കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമാണല്ലോ, ആ മെയിൽ വായിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ കാണാം. ഒന്ന്, കയ്യിലുണ്ടായിരുന്ന, അതായത് നേരത്തെയുള്ള സ്വർണത്തിന്റെ ബാക്കിയാണ് എന്ന് വേണമെങ്കിൽ വായിക്കാം. അതല്ലെങ്കിൽ താൻ പുതുതായിട്ട് കൊടുത്ത സ്വർണത്തിന്റെ ബാക്കി എന്ന് പറയാം. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണമാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രശാന്തിന് എന്താ ആ മെയിൽ വായിക്കുമ്പോൾ തോന്നുന്നത്, ഒരു ഇൻറ്റ്യൂഷൻ? ഞാൻ പറയുന്നത് നമുക്ക് എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാം. ഇത് വായിക്കുന്നവരുടെ ഒരു മനസ്ഥിതി അനുസരിച്ച് എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാൻ പറ്റിയ തരത്തിലുള്ള കാര്യങ്ങൾ അതിലുണ്ട്. കാര്യത്തിൽ സംശയമില്ല.
Correct. പക്ഷെ അതൊക്കെ ഓരോരുത്തരും ആ കാലത്ത് എടുക്കേണ്ട പിന്നെ തീരുമാനങ്ങളാണ്. അത് പിന്നെ അതൊക്കെ അന്വേഷിക്കട്ടെ, അതൊക്കെ കോടതി അന്വേഷിക്കട്ടെ. നമ്മൾ അതിനെ സംബന്ധിച്ചൊന്നും ഒരു മുൻവിധിയോടുകൂടി സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും പിന്നെ എന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്, ദേവസ്വം ബോർഡിലെ കുറേ ഉദ്യോഗസ്ഥർ, വളരെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എന്തായാലും നടപടി വരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് യോഗമുണ്ട്, ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുണ്ട്, കോടതിയുടെ നിരീക്ഷണവും ഉണ്ട്. അപ്പോൾ ഈ വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉറപ്പല്ലേ പ്രശാന്ത്? അതാരാണെങ്കിലും എക്സോ വൈ? ഉറപ്പായിട്ടും. കാരണം ഞാൻ പറയുന്നത്, ഇപ്പൊ വിജിലൻസിന്റെ നമ്മുടെ പിന്നെ SP പിന്നെ ഒരു ഇന്റർവ്യൂ റിപ്പോർട്ട് കോടതിയെ കൊടുത്തു കഴിഞ്ഞു. അത് വെള്ളിയാഴ്ച കൂടി കോടതി സമർപ്പിച്ചാൽ അത് എനിക്കും തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കിട്ടിയാൽ മാത്രമേ എത്രത്തോളം ഉദ്യോഗസ്ഥർ ഈ റിപ്പോർട്ടിൽ പെട്ടിട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിനനുസരിച്ച് എന്തൊക്കെ നടപടികളാണ് വേണ്ടത് എന്ന് ഇന്നത്തെ ബോർഡ് യോഗം തീരുമാനിക്കും. ആ ബോർഡ് യോഗത്തിൽ പിന്നെ ചർച്ച ചെയ്ത് എന്താണ് നടപടി എടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആ നടപടി, ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പെട്ടിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കണം എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. മാത്രമല്ല, സ്വർണം ഒരു തരിയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ക്രിമിനൽ നടപടി പോലും താങ്കളടക്കമുള്ള ദേവസ്വം ബോർഡ് ശുപാർശ ചെയ്യും. വേണ്ടി വരുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഭഗവാന്റെ ഒരു തരി സ്വർണമെങ്കിലും ആരെങ്കിലും എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം മറുപടി പറഞ്ഞിരിക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ബോർഡ് യോഗത്തിൽ ഇത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യും അല്ലേ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം? ഉറപ്പായിട്ട് ചർച്ച. ഓക്കെ, താങ്ക് യു പ്രശാന്ത്. കാര്യങ്ങൾ നടക്കട്ടെ. എന്തായാലും താങ്ക് യു ചേർന്നതിന്. നിർണായകമായ ദേവസ്വം ബോർഡ് യോഗമാണ് ചേരുന്നത്. അതിന് മുൻപാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നമുക്കൊപ്പം ചേർന്നത്.